ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിന്മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജോലിയുടെ മേൽ, ഔദ്യോഗിക ആവശ്യങ്ങളുടെ മേൽ, ബിസിനസ്സിന്മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും, കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകും, കർത്താവിൻ്റെ സംരക്ഷണമുണ്ടാകും. അവിടുത്തെ കൃപയും കാരുണ്യവും അവിടുത്തെ പ്രത്യേക സംരക്ഷണവും ഈ രാത്രിയിൽ നിങ്ങൾക്ക് കൂടുതലായി അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖവും ദുരിതവും പിടിച്ച പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. അവിടത്തേക്ക് നിങ്ങളുടെ മേൽ ഒരു വിചാരമുണ്ട്. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തീർച്ചയായും അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 115:11 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിനു മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നുമെന്നേക്കും കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളെ കരുതുന്ന, നിങ്ങളെക്കുറിച്ചൊരു വിചാരമുള്ള, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിന് എന്താണ് ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ മുറിപ്പെട്ട ഹൃദയം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ രോഗം ബാധിച്ച ശരീരം, നിങ്ങളുടെ തളർന്ന മനസ്സ്, നിങ്ങൾ പരാജയപ്പെട്ടു പോയ മേഖലകൾ, നിങ്ങളെ തളർത്തിയ സംഭവങ്ങൾ, ഇവയെല്ലാം ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളെ അലട്ടുന്ന ഭയം, നിങ്ങളിലുള്ള പ്രതികാര ചിന്തകൾ, നിങ്ങളിലുള്ള നഷ്ടബോധങ്ങൾ, നിങ്ങളുടെ കുറ്റബോധങ്ങൾ, നിങ്ങളുടെ പാപം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളിൽ ഇടപെടും. അവിടുന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങളുടെ കണ്ണുനീർ കർത്താവിന് സമർപ്പിക്കുക. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ പരിശോധിച്ചറിയുന്നു. നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ വേദനകൾ, നിങ്ങൾക്കുണ്ടായ സഹനങ്ങൾ, നിങ്ങൾ ഓരോ നിമിഷവും സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ഇവയെല്ലാം കർത്താവിന് സമർപ്പിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. നിനക്ക് തരാനായി എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കണ്ണുനീരാണ്, എൻ്റെ രോഗമാണ്, എൻ്റെ ദാരിദ്ര്യമാണ്, എൻ്റെ ഒന്നുമില്ലായ്മയാണ്. എന്നിലുള്ള ഭയത്തെ ഞാൻ നിനക്ക് തരുന്നു. കർത്താവ്, നീ നൽകുന്നതെല്ലാം സ്വീകരിക്കുന്നു. നാളത്തെ നിന്റെ നിയോഗങ്ങളെ അവിടത്തേക്ക് കൊടുക്കുക. അവിടുന്ന് അത് ഏറ്റെടുക്കുന്നു. ഈ രാത്രിയിൽ നിനക്കാവശ്യമായത് സ്വസ്ഥമായ ഒരു ഉറക്കം, അത് ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നു. നിന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ഉത്കണ്ഠകളെയും സമർപ്പിക്കുക. മക്കളെ സമർപ്പിക്കുക. ജീവിത പങ്കാളിയെ കർത്താവിന് കൊടുക്കുക. നിങ്ങളുടെ മക്കളെ, അവരുടെ ജോലിയെ, പഠനത്തെ, പരീക്ഷയെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളെ എല്ലാം സമർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്ന നിമിഷമാണ് ഇപ്പോൾ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ആഗ്രഹത്തോടെ എന്താണോ പ്രാർത്ഥിക്കുന്നത്, അത് കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു.
വിശ്വസിക്കുക, ഈ രാത്രിയിൽ കർത്താവ് നിന്നെ തേടുന്ന രാത്രിയാണ്, നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണ്, നിന്റെ ആഗ്രഹങ്ങളെ സാധിക്കുന്ന രാത്രിയാണ്, നിന്റെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്ന രാത്രിയാണ്. അതിനാൽ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. ദൈവം നിന്നിൽ ഇടപെടാൻ പോകുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആശ്രയിക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ, ഞങ്ങളുടെ ഇല്ലായ്മകളിലും ഞങ്ങളുടെ സമൃദ്ധിയിലും ഞങ്ങളുടെ പരാജയങ്ങളിലും ഞങ്ങളുടെ വിജയത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും നിന്റെ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. കർത്താവേ, സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങൾക്ക് നീയാണ് ഏക തുണ, നീയാണ് ഏക ആശ്രയം. ഈ രാത്രിയിൽ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ സന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു പോയ തെറ്റുകളെ, തിന്മകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കണ്ട് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. കർത്താവേ, ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി സൗഖ്യം നൽകി ഞങ്ങൾക്ക് വീണ്ടും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നൽകണമേ. സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ നൽകണമേ. കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം നിന്നിലുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യാശയും പ്രതീക്ഷയും നന്മകളും നിന്നിലുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിന്നിലുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന മഹത്വം നിന്നിലുണ്ട്. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിന്നിലുണ്ട്. ജീവന്റെയും പുനരുത്ഥാനത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകി ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളെയും, ഇപ്പോൾ അവർ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ നീ കാണണമേ. ഇന്ന് രാത്രിയിൽ തന്നെ അവർക്കതിന് ഉത്തരം നൽകണമേ. നാളത്തെ പ്രഭാതം അവർ സന്തോഷത്തോടെ ഉണരുന്നതിന്, സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുന്നതിന്, നീ ചെയ്ത നന്മകളെ, നീ നൽകിയ സൗഖ്യത്തെ, നീ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി, നീ നൽകിയ സമാധാനത്തെ പ്രതി, ആരോഗ്യപരമായ ഉറക്കത്തെ പ്രതി, കർത്താവേ, ഈ മക്കൾ നിന്നെ സ്തുതിക്കാൻ ഈ രാത്രിയിൽ തന്നെ ഇടവരുത്തണമേ. അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ നീ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോഹനൻ എന്ന ഒരു മകൻ ICUയിൽ കിടക്കുന്നു. ഈ മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണ തോന്നി ഈ മകൻ എത്രയും വേഗം ആശുപത്രി വിടാനായി, ആരോഗ്യമുള്ളവനായി തിരികെ ഭവനത്തിലേക്ക് വരാൻ ഇന്ന് തന്നെ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഈ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനകൾ മുടങ്ങാതെ കാണുന്ന എല്ലാവർക്കും പ്രത്യേകമായി നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ. കർത്താവേ, ഈ പ്രാർത്ഥന കാണുന്നവർ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർ എല്ലാം നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഈ മക്കളുടെ കുടുംബത്തിന്മേൽ, ഇവരുടെ സമ്പത്തിന്മേൽ, ഇവരുടെ ബിസിനസ്സിന്മേൽ, ഇവരുടെ ആരോഗ്യത്തിന്മേൽ, ഇവരുടെ മക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, ഇവരുടെ മേൽ, ഇവരുടെ ശാരീരിക ക്ലേശങ്ങളുടെ മേൽ, കർത്താവേ, രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് ഇവർക്ക് ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകി എല്ലാ മേഖലയിലും ഇവർക്ക് സംരക്ഷണം നൽകി ഈ മക്കൾ ഭയപ്പെടുന്ന കാര്യത്തിൽ നീ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കൾക്ക് മാനസാന്തരത്തിനു വേണ്ടി ചില വ്യക്തികൾ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നീ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്ക് മാനസാന്തരം നൽകി, ദൈവികമായ അനുതാപം നൽകി, പശ്ചാത്താപം നൽകി, ദൈവത്തിൻ്റെ മാർഗം
വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനും, ദൈവത്തിൻ്റെ മാർഗമാണ് ശാശ്വതമായ മാർഗം, സന്തോഷത്തിൻ്റെ മാർഗം, സമാധാനത്തിൻ്റെയും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും യഥാർത്ഥ സംതൃപ്തിയുടെയും മാർഗം ദൈവത്തിൻ്റെ മാർഗം തന്നെയാണ്. അത് ലോകം നൽകുന്നത് പോലെയല്ല. ലോകം നൽകുന്ന സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ അല്ല ദൈവം നൽകുന്നത് എന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക്, ശാശ്വതമായ സന്തോഷത്തിലേക്ക്, ശാശ്വതമായ സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് തിരിച്ച് വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് അശ്ലീലപരമായ ജീവിതത്തിനും അടിമകളായ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല അശുദ്ധിയും അനീതിയും വിട്ടകന്ന് ദൈവത്തിൻ്റെ ഭവനമായി മാറാൻ, പ്രത്യേകിച്ച് ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഒരു ദൈവിക ഭവനമാക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചതുപോലെ ഞങ്ങൾക്കും ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതിന് കർത്താവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ നിന്റെ പുത്തൻ അഭിഷേകം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നുവോ, പ്രതിസന്ധിയിലായിരിക്കുന്നുവോ, പ്രശ്നങ്ങളിലും ഒറ്റപ്പെടലിലും ആയിരിക്കുന്നുവോ, അപകടത്തിലായിരിക്കുന്നുവോ, ഇന്ന് ഇപ്പോൾ തന്നെ കർത്താവേ നിന്റെ കരം അവരുടെ മേൽ സ്പർശിച്ച്, അവരുടെ മേൽ നീട്ടി അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഈ രാത്രിയിൽ താങ്ങും തണലുമായി, അഭയമായി, സങ്കേതമായി നീ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റവും മനോഹരമായി നിങ്ങൾക്കായി ക്രമീകരിക്കുന്നുണ്ട്. കർത്താവിന് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്കുറങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.
പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, സഹായവും അനുഗ്രഹവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.